CMRL കമ്പനിക്ക് നൽകിയ കരിമണൽ ഖനനാനുമതി സർക്കാർ റദ്ദാക്കിയത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് ശേഷമെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ സർക്കാരിന് ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു. പക്ഷേ 2023 ഡിസംബറിലാണ് അനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് CMRLന് കരിമണൽ ഖനനാനുമതി ലഭിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാമെന്നായിരുന്നു. 2019 കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അറ്റോമിക് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുമതി പൊതുമേഖലയിൽ മാത്രം നിലനിർത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര ഭേദഗതി. എന്നാൽ ഈ ഉത്തരവ് പുറത്തുവന്നിട്ടും കേരളത്തിൽ CMRL നൽകിയ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. 2023 ഡിസംബർ 18 ഖനനാനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. 2020 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തുവന്നത്. അതായത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് ശേഷം മാത്രമാണ് CMRLന് ഖനനാനുമതി നൽകി ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായത്. കേന്ദ്ര നിയമം വന്നതിന് പിന്നാലെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ അനുമതി റദ്ദാക്കാമായിരുന്നുവെങ്കിലും 5 വർഷം വൈകിപ്പിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ ഖനനാനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരവ് വൈകിപ്പിച്ചതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ 2019 കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട്, ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല. മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന്, സേവനം നൽകാതെയാണ് വീണ വിജയൻ പണം വാങ്ങിയത് എന്നും. നാളെ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം വിവാദം സജീവമാക്കും. 24 തിരുവനന്തപുരം.